Good afternoon. Good afternoon, ma'am. Good afternoon, miss. Good afternoon. Good afternoon. എല്ലാവർക്കും കാണാമോ കേൾക്കാമോ? കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ട് മാം, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൈക്ക് ഓഫ് ആക്കുവാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് ആദ്യം കാണിച്ചതിന് ശേഷം ചാപ്റ്ററിലോട്ട് പോകാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നത് പോലെ തന്നെ ആയുർവേദയുടെ പിക്ചറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ശിരോധാര ചെയ്യിക്കുന്നതാണ് ആ ഒരു പിക്ചറിൽ കാണിക്കുന്നത്. കാണുന്നുണ്ടോ? ഓക്കെ. സെക്കൻഡ് വൺ ഈസ് യോഗ. യോഗയുടെ പോസ്റ്റർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് ആയുർവേദയോട് സിമിലർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് സിദ്ധ എന്ന് പറയുന്നത്. ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആയുർവേദിക് മെഡിസിനിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളിലും സിദ്ധ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. സിദ്ധ ട്രീറ്റ്മെന്റിലും അത് ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദിക് ട്രീറ്റ്മെന്റ് പോലെ തന്നെ സിമിലർ ആണത് സിദ്ധ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. Then this is Unani. Unani treatment ആണ് കേട്ടോ. And this one is naturopathy. പലതരത്തിലുണ്ട്. അക്യുപ്രഷർ തെറാപ്പി, അതുപോലെ ഓട്ടോ യൂറിൻ തെറാപ്പി, ഡയറ്റ് തെറാപ്പി, വാട്ടർ തെറാപ്പി, മഡ് തെറാപ്പി, യോഗ ആൻഡ് മെഡിറ്റേഷൻ ഒക്കെ നാച്ചുറോപ്പതിയിൽ വരുന്നതാണ്. ഇത്രയുമാണ് പിക്ചേഴ്സ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം എന്ന് തോന്നി, അതുകൊണ്ടാണ് കാണിച്ചത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 6 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ടെക്സ്റ്റ് ഒക്കെ എല്ലാവർക്കും അവൈലബിൾ ആയോ? എല്ലാവർക്കും കിട്ടിയോ ടെക്സ്റ്റ് ബുക്കുകൾ? കിട്ടിയില്ല, കിട്ടാത്തവരുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഭൂരിഭാഗം പേർക്ക് കിട്ടിയിട്ടില്ലെന്നാണ് കമന്റ് വന്നിരിക്കുന്നത്. അപ്പോ ചാപ്റ്റർ 6 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ട്ബുക്കില് ഹെഡിങ് കൊടുക്കുക കേട്ടോ. മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1 ചാപ്റ്റർ 6.
നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് യുവർ പെർമിഷൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോ പേര് പോലെ തന്നെ, അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അല്ലെ. ഹോസ്പിറ്റലിന്റെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ പ്രവർത്തനം, അതിന്റെ സ്ട്രക്ചർ എന്താണ്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുടനീളം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഇൻട്രൊഡക്ഷൻ ഞാൻ വായിക്കാം. ഓക്കെ, OPD means outpatient department, where patients come to the hospital to consult their health issues with the doctors to start the treatment. OPD services are medical care provided on an outpatient basis that includes diagnosis, observation, consultation, treatment, intervention, and rehabilitation services. അപ്പൊ ഔട്ട് പേഷ്യന്റ് സർവീസ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ആരാണ് ഔട്ട് പേഷ്യന്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. ആരാണ് ഔട്ട് പേഷ്യന്റ്? ഒന്ന് കമന്റ് ചെയ്യാമോ? ഹു ഈസ് ഔട്ട് പേഷ്യന്റ്? ആരെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കുന്നത്? ആരാണ് ഔട്ട് പേഷ്യന്റ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ക്ലാസ്സിൽ. അഡ്മിറ്റഡ് അല്ലാത്ത പേഷ്യൻസിനെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കുക. ഓക്കെ, സാധാരണ ഒരു രോഗി വരുന്നു, മരുന്ന് ഡോക്ടറെ കാണുന്നു, മെഡിസിൻ മേടിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇങ്ങനെയുള്ള രോഗികളെ നമ്മൾ എന്ത് വിളിക്കും? ഔട്ട് പേഷ്യന്റ് എന്നാണ് വിളിക്കുക അല്ലെ. ഓക്കെ, സോ ഔട്ട് പേഷ്യന്റ് റെഫേഴ്സ് ടു എ പേഴ്സൺ who receives medical treatment without being admitted to a hospital. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അല്ലാതെ ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്ന വ്യക്തിയെ നമ്മൾക്ക് ഔട്ട് പേഷ്യന്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഒന്നുകൂടി പറയാം. ഔട്ട് പേഷ്യന്റ് refers to a person who receives medical treatment without being admitted to a hospital. ഇതാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ OPD means outpatient departments. OPD-യുടെ ഫുൾ ഫോം എന്താണ്? അത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. ഓക്കെ, വേണമെങ്കിൽ എഴുതിയെടുത്താൽ നമ്മൾ ആവശ്യമുണ്ടോ? വേണമെങ്കിൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞതുള്ളൂ. മലയാളത്തിൽ ഇനി മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. ഓക്കെ, ഔട്ട് പേഷ്യന്റ് റെഫേഴ്സ് ടു എ പേഴ്സൺ. ഔട്ട് പേഷ്യന്റ് റെഫേഴ്സ് ടു എ പേഴ്സൺ who receives medical treatment. Who receives medical treatment without being admitted to a hospital. Okay. Outpatient refers to a person who receives medical treatment without being admitted to a hospital. Okay. Then OPD. OPD-യുടെ ഫുൾ ഫോം വരുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. OPD means ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ എന്താ നടക്കുന്നത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയും അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഡോക്ടറുമായി ഡിസ്കസ് ചെയ്യുകയും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു.
അപ്പൊ ഹോസ്പിറ്റലിന്റെ ഏത് ഏരിയയിൽ വെച്ചിട്ടാണ് ഡോക്ടേഴ്സിനെ രോഗികളെ മീറ്റ് ചെയ്യുന്നത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ആയിരിക്കുന്നത് ഡോക്ടേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെ? അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? രോഗി ഡോക്ടറെ കാണുകയും രോഗിയുടെ ഹെൽത്ത് കണ്ടീഷൻ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും തുടർന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതാണ് ആ ഒരു ഫസ്റ്റ് 2 സെന്റൻസിൽ പറയുന്നത് കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സർവീസസ് എന്നാൽ മെഡിക്കൽ സേവനങ്ങൾ ഔട്ട് പേഷ്യന്റ് ബേസിസിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഔട്ട് പേഷ്യന്റ് ബേസിസ് എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ വരുന്നു, ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അപ്പൊ ഇത്തരം സേവനങ്ങൾ, മെഡിക്കൽ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ രോഗികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കുന്നത്? അണ്ടർലൈൻ ചെയ്തു പോകട്ടെ ടെക്സ്റ്റ് ഉള്ളവര്. ഒന്നാമത്തെ കാര്യം ഡയഗ്നോസിസ് ആണ്. രോഗനിർണയം നടത്തുന്നു. രോഗിക്ക് അറിയാൻ പറ്റില്ല രോഗി എന്ത് രോഗവുമാണ് ആയിട്ടാണ് വരുന്നത്, അല്ലെ? ചില സിംറ്റംസ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ രോഗനിർണയം നടത്തുന്നത് എവിടെ വെച്ചിട്ടാണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ് ഡയഗ്നോസിസ് നടത്തുന്നു. ദെൻ ഒബ്സർവേഷൻ, നിരീക്ഷണം. ഒരു രോഗി വന്നു കഴിഞ്ഞാല് അയാൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ആ രോഗിയെ മൈന്യൂട്ട് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ അടുത്തത് കൺസൾട്ടേഷൻ. രോഗിയെ ഡോക്ടറുമായിട്ട്, രണ്ടുപേരും തമ്മിൽ, രോഗിയും ഡോക്ടറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ദാറ്റ് ഈസ് കൺസൾട്ടേഷൻ. ഓക്കെ, ദെൻ ട്രീറ്റ്മെന്റ്, ചികിത്സ. രോഗിയുടെ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ്. ദെൻ ഇന്റർവെൻഷൻ, നടപടിക്രമങ്ങൾ. അതായത് സഡൻ ആക്ഷനെയാണ് നമ്മള് ഇന്റർവെൻഷൻ എന്ന് പറയാം. ഒരു രോഗി എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്, ശ്വാസം കിട്ടാൻ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് വിചാരിക്കുക രോഗിക്ക്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ഒരു പെട്ടെന്ന് തന്നെയുള്ള ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ മതിയായിട്ടുള്ള അല്ലെങ്കിൽ നേരായിട്ടുള്ള ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്, ഇടപെടൽ അല്ലെങ്കിൽ നടപടിക്രമം അങ്ങനെയൊക്കെ നമുക്ക് പറയാം, അതുണ്ടെങ്കിൽ മാത്രമാണ് രോഗിയെ കറക്റ്റ് സമയത്ത് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഇന്റർവെൻഷനും നടക്കുന്നത് എവിടെ തന്നെയാണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. റിഹാബിലിറ്റേഷൻ സർവീസസ്. റിഹാബിലിറ്റേഷൻ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുനരധിവാസ സേവനങ്ങൾ. ഒരു രോഗി മെഡിക്കൽ എന്താ പറയാ ഒരു ഇൽനെസ്സുമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗാവസ്ഥയുമായിട്ട് വരുമ്പോൾ ആ രോഗിയെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് ആ രോഗിയെ എന്താക്കുന്നു? പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. ആ രോഗിയുടെ ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ മെന്റൽ കണ്ടീഷൻ എന്ത് ചെയ്യുന്നു? പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് റിഹാബിലിറ്റേഷൻ സർവീസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, OPD എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ ഹോസ്പിറ്റലിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് പേഷ്യൻസ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ട്രീറ്റ്മെന്റ് തുടങ്ങുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സർവീസസ് ഔട്ട് പേഷ്യന്റ് ബേസിസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ രോഗനിർണയം വരാം, ഒബ്സർവേഷൻ വരാം, കൺസൾട്ടേഷൻ വരാം, ട്രീറ്റ്മെന്റ് വരാം, ഇന്റർവെൻഷൻ ആൻഡ് റിഹാബിലിറ്റേഷൻ സർവീസസ് ഉൾപ്പെടാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ ഔട്ട് പേഷ്യന്റ് സർവീസസിൽ കൊടുക്കുന്ന ചില സേവനങ്ങളെ കുറിച്ച് പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതെന്താണ് നമുക്ക് നോക്കാം ഓരോന്നോരോന്നായിട്ട്. ഫസ്റ്റ് വൺ ഈസ് ഡയഗ്നോസിസ് ആണ്.
ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിർണയമാണ് കേട്ടോ. രോഗനിർണയം. ഇവിടെ ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. The identification of the nature of an illness or other problem by examination of symptoms. അതായത് രോഗത്തിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളെയും ഐഡന്റിഫൈ ചെയ്യുന്നു. എന്തിലൂടെ? ഡയഗ്നോസിസിലൂടെ. രോഗനിർണയത്തിലൂടെ മാത്രമാണ് നമുക്ക് ഒരു രോഗത്തിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ സിംറ്റംസ് വെച്ച്, മീൻസ് ലക്ഷണങ്ങൾ വെച്ചിട്ട് ഒരാളുടെ രോഗാവസ്ഥ എക്സാമിൻ ചെയ്യും. ഓക്കെ, ഒരു രോഗത്തിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളെയും മീൻസ് ക്യാരക്ടറിസ്റ്റിക്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ലക്ഷണങ്ങൾ വെച്ച് രോഗാവസ്ഥ എക്സാമിൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡയഗ്നോസിസ്. ഓക്കെ, ദെൻ രണ്ടാമത്തതാണ് ഒബ്സർവേഷൻ. ദ ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്ററിങ് സമ്മൺ. ഞാൻ പറഞ്ഞു, ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ വളരെ മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണത് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഒബ്സർവേഷനിലൂടെ നമ്മൾക്കറിയാം, ഇപ്പൊ ICU കിടത്തുന്ന ഒരാള് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ കിടത്തുന്ന ആളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വളരെ മൈന്യൂട്ടായിട്ട് അയാളെ തന്നെ ഭയങ്കരമായിട്ട് അറ്റൻഷൻ കൊടുക്കാറുണ്ട് അല്ലെ? അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഒബ്സർവേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. The next one is consultation. A meeting with an expert medical officer in order to seek advice. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് സർവീസിൽ വന്ന് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എക്സ്പേർട്ടിന്റെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഓഫീസറിന്റെ മെഡിക്കൽ ഉപദേശം തേടുന്നു. ഓക്കെ, ഡോക്ടറുമായിട്ട്, അതായത് വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിന്റെ സജഷൻസ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? രോഗികള് ഫോളോ ചെയ്യുന്നത്. അപ്പൊ മെഡിക്കൽ അഡ്വൈസ് ആര് തേടുന്നുണ്ട് ഇവിടെ? പേഷ്യൻസ് തേടുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ട്രീറ്റ്മെന്റ് ആണ്. The medical care given to a patient for an illness or injury. അതായത് രോഗിയുടെ രോഗത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാല്, എന്തെങ്കിലും പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെഡിക്കൽ കെയർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഒരു അപകടം പറ്റിയിരിക്കട്ടെ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും രോഗം വന്നിരിക്കട്ടെ, അതിനനുസരിച്ചിട്ടുള്ള മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഇന്റർവെൻഷൻ. ഇന്റർവെൻഷൻ എന്ന് ഞാൻ പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞു അല്ലെ? നടപടി അല്ലെങ്കിൽ എന്താ പറയുക, ഇടപെടൽ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ആക്ഷൻ ടേക്കൺ ടു ഇംപ്രൂവ് എ മെഡിക്കൽ ഡിസോർഡർ. ഒരു മെഡിക്കൽ ഡിസോർഡറിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഡൻ ആയിട്ടുള്ള ആക്ഷനെയാണ് എന്ത് പറയുന്നത്? ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ഒരാളെ ഭയങ്കരമായിട്ട് ക്രിട്ടിക്കൽ ആയിട്ട് നെഞ്ചുവേദനയായിട്ട് ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞാല് അവിടെ ഹോസ്പിറ്റൽ സ്റ്റാഫുകളും ഡോക്ടേഴ്സും എന്ത് ചെയ്യില്ല? ലാഗ് അടിച്ച് നിൽക്കില്ല അല്ലെ? എന്ത് ചെയ്യവര്? എത്രയും പെട്ടെന്ന് ആ രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. That is intervention. സഡൻ ആയിട്ടുള്ള ആക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റർവെൻഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്തത് റിഹാബിലിറ്റേഷൻ ആണ്. The action of restoring someone to health or normal life through training and therapy after illness. ഓക്കെ, അതായത് രോഗാവസ്ഥയിലായിട്ടുള്ള ഒരു രോഗിയെ അതിനുശേഷം തെറാപ്പിയിലൂടെയും ട്രെയിനിങ്ങിലൂടെയും ഒരാളെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ആക്സിഡന്റ് സംഭവിച്ച ഒരാള് അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തി, ഇത്തരത്തിലുള്ള ആളുകളെ നോർമൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന തെറാപ്പിയിലൂടെയും ട്രെയിനിങ്ങിലൂടെയും നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് എന്ത് പറയുന്നത്? റിഹാബിലിറ്റേഷൻ എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് നോക്കി വെക്കുക. ഈ നെക്സ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റീവ് ഓഫ് ഒ പി ഡി. ഒ പി ഡിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തിനാണ് ഒ പി ഡി പ്രവർത്തിക്കുന്നത്? ഓക്കെ, എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട എയിംസ് അഥവാ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുക എന്നുള്ളതാണ്. രോഗികൾ വരുമ്പോൾ അവർക്ക് വളരെ എന്താ പറയാ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു പരിചരണം അല്ലെങ്കിൽ കെയർ കൊടുക്കുക എന്നുള്ളത് ഒ പി ഡിയുടെ ഒബ്ജക്റ്റീവ് ആണ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. പരിശോധന, ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് പരിശോധനകളെയാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, എക്സ്റേ, അതുപോലെ തന്നെ സ്കാനുകള്, ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നതാണ്. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഇത്തരം പരിശോധനകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പരിശോധനകളിലും അതുപോലെ തന്നെ ചികിത്സയിലും അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുക. മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സ് പരിശോധനകളിലും ട്രീറ്റ്മെന്റിലും കൊണ്ടുവരിക എന്നുള്ളത് ഒ പി ഡിയുടെ ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ രോഗിയെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുക. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ആരുടെ ഒബ്ജക്റ്റീവ് ആണ്? ഒ പി ഡിയുടെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് ഗുഡ് പബ്ലിക് റിലേഷൻ. പൊതുജനങ്ങളുമായി നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കുക. ആളുകൾ വരുമ്പോൾ അവരോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആളുകൾ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കില്ല അല്ലെ. ചില ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ നമുക്കറിയാം ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കില്ല നമ്മളെ വെൽക്കം ചെയ്യുന്നത്. റഫായിട്ടുള്ള എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ റഫായിട്ടുള്ള മറുപടികൾ ഉണ്ടാവാം. എന്തെങ്കിലും അന്വേഷിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മറുപടി പറയാത്തത് ഉണ്ടാവാം. അപ്പൊ അതൊക്കെ എന്താണ്? ഒ പി ഡിയുടെ ബാഡ് ക്വാളിറ്റീസിൽ വരുന്നതാണ്. നമുക്കറിയാലോ, നിങ്ങൾ ഓരോരുത്തരും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എങ്ങനെയാണ് നിങ്ങളെ അവിടെ വെൽക്കം ചെയ്യുന്നത് എന്നൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ ഒ പി ഡിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണെന്ത്? പൊതുജനങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഒ പി ഡിയിൽ വരുന്നത്. ആദ്യത്തേത് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക. രണ്ടാമത്തേത് അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ, പുതിയ പുതിയ നൂതന രീതികൾ ഇൻവെസ്റ്റിഗേഷനിലും ട്രീറ്റ്മെന്റിലും കൊണ്ടുവരിക. അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ജനങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻ സ്ഥാപിക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഇനി അടുത്തത് ദ സ്കോപ്പ് ഓഫ് ഒ പി ഡി ഇൻക്ലൂഡ്സ് ദ ഫോളോവിങ്. ഒ പി ഡിയുടെ പരിധിയിൽ വരുന്ന ചില കാര്യങ്ങളാണ് താഴെ ഞാൻ പറയാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഇത് റിലേറ്റഡ് ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് ഒ പി ഡിയുടെ പരിധിയിൽ വരുന്ന ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആണ്. നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയാണ് കൺസൾട്ടേഷനുള്ള സൗകര്യം ഉണ്ടാവുക. അപ്പൊ അത് ഒ പി ഡിയുടെ പരിധിയിൽ വരുന്നതാണ്. ദെൻ ഇൻവെസ്റ്റിഗേഷൻ, അതായത് പല പല ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നടത്തേണ്ടതുണ്ടാവാം. അതൊക്കെ എവിടെയാണ് വരുന്നത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പരിധിയിലാണ്, അതിന്റെ ലിമിറ്റേഷനിലാണ് അതൊക്കെ വരിക. ദെൻ പ്രൊസീജിയേഴ്സ്, അതായത് പല പല കാര്യങ്ങളും ഇപ്പോ എന്താ പറയാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടാകും.
ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത്തരം പ്രൊസീജിയേഴ്സ് ഒക്കെ വരുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിധിയിലാണ്. സ്പെഷ്യാലിറ്റി സർവീസസ്, ചില സ്പെഷ്യാലിറ്റി സർവീസസ് ആര് കൊടുക്കാറുണ്ട്? ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ? ഓക്കെ, അതായത് ഹോസ്പിറ്റൽ അതിന്റെ ട്രീറ്റ്മെന്റിന് പുറത്തായിട്ട് ചില കാര്യങ്ങൾ കൂടി രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് സ്പെഷ്യാലിറ്റി സർവീസസ് എന്ന് പറയാം. അപ്പൊ അതും എന്ത് തന്നെയാണ്? OPD-യുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ. അതായത് ആരോഗ്യ പരിചരണത്തെ പ്രതിരോധിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങള് ഹോസ്പിറ്റലിൽ നടത്താറുണ്ട്. അതിന് ഉദാഹരണമാണ് ചില ക്ലിനിക്കുകള്. ക്ലിനിക്സ് എന്നാണ് കേട്ടോ വരണ്ടേ, അവിടെ ക്ലിനിക് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോ ഇത്തരത്തില് ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ ആരോഗ്യ പരിചരണത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ പ്രൊജക്ട് ചെയ്യുന്ന ചില ക്ലിനിക്കുകൾ നമുക്ക് ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കും. അത്തരം ചില ക്ലിനിക്കുകൾക്ക് ഉദാഹരണമാണ്, വൺ ഈസ് ഡയബറ്റിക് ക്ലിനിക്, സെക്കൻഡ് വൺ ഈസ് ആന്റിനേറ്റൽ ക്ലിനിക്. അപ്പൊ ഈ രണ്ട് ക്ലിനിക്കുകളും ആണ് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയറിൽ വരുന്നത്. അപ്പൊ എന്താണ് ഡയബറ്റിക് ക്ലിനിക്? ഒന്ന് കമന്റ് ചെയ്തേ. വാട്ട് ഈസ് ഡയബറ്റിക് ക്ലിനിക്? എന്താണ് അവിടെ പ്രൊവൈഡ് ചെയ്യുക? ഡയബറ്റിക് ക്ലിനിക്കിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്യാം. ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ, അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ് എന്ത് ഈ ഡയബറ്റിക് ക്ലിനിക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. അതായത് ഡയബറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഡയബറ്റിക് ക്ലിനിക് എന്ന് പറയുന്നത്. ഓക്കെ, ഡയബറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക്. ഓക്കെ, അതായത് ഡയബറ്റീസുമായി ബന്ധപ്പെട്ട് ഉള്ള രോഗനിർണയം, അതുപോലെ തന്നെ ചികിത്സ, ഡയബറ്റിസ് പേഷ്യന്റിനുള്ള സപ്പോർട്ട് എന്നിവയാണ് ഈ ക്ലിനിക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. ഡയബറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു ഏരിയയാണിത് ഡയബറ്റിസ് ക്ലിനിക് എന്ന് പറയുന്നത്. ഡയബറ്റീസുമായി ബന്ധപ്പെട്ട രോഗനിർണയം, അതുപോലെ തന്നെ ചികിത്സ, ഡയബറ്റിസ് രോഗികൾക്കുള്ള സപ്പോർട്ട് ഒക്കെയും എവിടെ പ്രൊവൈഡ് ചെയ്യുന്നു? ഡയബറ്റിസ് ക്ലിനിക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ നിങ്ങളത്. എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി specialized in managing diabetes. Specialized in managing diabetes. It's providing diagnosis, treatment, and support for individuals, living with the condition. Okay. A healthcare facility specialized in managing diabetes, providing diagnosis, treatment, and support for individuals living with the condition. Okay ആണോ? അടുത്തത് പറഞ്ഞോട്ടെ.
Next one is antenatal clinic. What is meant by antenatal? എന്താണ് ആന്റിനേറ്റൽ ക്ലിനിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇതിനു മുമ്പ് കമന്റ് ചെയ്യാമോ? പ്രഗ്നന്റ് ആയവർക്കുള്ളത് അശ്വതി കൃഷ്ണ കമന്റ് ചെയ്തിട്ടുണ്ട്. പ്രഗ്നന്റ് ആയ ലേഡീസിന്, അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഗർഭസ്ഥ ശിശുവിന്റെ ഒബ്സർവേഷനും അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കുകളാണെന്ത്? ആന്റിനേറ്റൽ ക്ലിനിക്കുകൾ എന്ന് പറയും. പ്രഗ്നന്റ് ലേഡീസിന് കെയർ കൊടുക്കുന്ന ക്ലിനിക്കുകളെ എന്തു പറയുന്നു? ആന്റിനേറ്റൽ ക്ലിനിക്കുകൾ എന്ന് പറയും. ഓക്കെ, അത് ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. നമ്മുടെ ഇതിൽ അതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആന്റിനേറ്റൽ care relating to the care and medical attention. Care and medical attention given to a pregnant woman. Given to a pregnant woman. During pregnancy. During pregnancy. Okay, antenatal care relating to the care and medical attention given to a pregnant woman during pregnancy. ഓക്കെ, അപ്പൊ രണ്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലിനിക്കുകൾ എന്താണ് ഒരു പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ, കിട്ടാത്തവർക്കായിട്ട് ലാസ്റ്റ് പറഞ്ഞുതരാം. അടുത്തത് റിഹാബിലിറ്റേഷൻ സർവീസ് ആണ്, അതായത് പുനരധിവാസ സേവനങ്ങൾ. അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട 2 പോയിന്റ് ആണ്. ഒന്ന് ഫിസിയോതെറാപ്പി, രണ്ടാമത്തത് ഒക്യുപേഷണൽ തെറാപ്പി. ഇപ്പൊ ഫിസിയോതെറാപ്പി നിങ്ങൾ നോർമലി കേട്ടിട്ടുണ്ടാവും അല്ലെ, എന്താണെന്നുള്ളത്. അതായത് ഫിസിക്കൽ മൂവ്മെന്റിനെ റീസ്റ്റോർ ചെയ്യുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ആളുകളെ സഹായിക്കുന്ന ഒരു തെറാപ്പിയാണിത് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പോ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി ഏതെങ്കിലും ഒരു ഓർഗന് ഡാമേജ് സംഭവിക്കുകയാണെങ്കിലോ വൈകല്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിലോ ആ ഭാഗം തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള തെറാപ്പി, അതായത് ഫിസിയോതെറാപ്പിയിലൂടെ എന്ത് ചെയ്യുന്നു? ആ ഒരു ഭാഗം വീണ്ടും മൂവ്മെന്റിനെ സഹായിക്കുന്ന ഒന്നാണ് എന്ത്? ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിൽ ചിലരൊക്കെ ചെയ്തിട്ടുണ്ടാവാം അല്ലെ, ഫിസിയോതെറാപ്പിക്ക് വിധേയമായിട്ടുണ്ടാവാം. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഫിസിക്കൽ മൂവ്മെന്റ് എന്താ പറയാ, റീസ്റ്റോർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ആളുകളെ സഹായിക്കുന്ന തെറാപ്പിയാണെന്ത്? ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൂവ്മെന്റ് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഒക്യുപേഷണൽ തെറാപ്പി. ഒക്യുപേഷണൽ തെറാപ്പി കേട്ടിട്ടുണ്ടോ? ഒക്യുപേഷണൽ തെറാപ്പി എന്താണ്? ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത് ഒന്ന് കമന്റ് ചെയ്യാമോ? ഒക്യുപേഷണൽ തെറാപ്പി എന്താണ്? What is meant by occupational therapy?
അറിയില്ല അല്ലെ? ഓക്കെ, ഞാൻ മിസ് പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മുടെ നോർമൽ ആയിട്ട്, അതായത് ഏത് തരത്തിലുള്ള ഏജ് ഗ്രൂപ്പുകളിലുള്ള ആളായാലും അയാളുടെ ഡേ ടു ഡേ ലൈഫിൽ അയാൾക്ക് കുറെ അധികം ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ കുറെ അധികം വർക്കുകൾ, ജോലികളൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു തരം തെറാപ്പിയാണെന്ത്? ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ഫിസിക്കലി മെന്റലി പ്രോബ്ലംസ് ഉള്ളവർ ചെയ്യുന്ന, അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അവരെ സഹായിക്കുന്ന ഒരു തെറാപ്പിയാണെന്ത്? ഈ ഒരു ഒക്യുപേഷണൽ തെറാപ്പി. ഫിസിക്കലായിട്ട് മെന്റലായിട്ട് പലതരത്തിലുള്ള ചാലഞ്ചസ് ഫേസ് ചെയ്തവരുണ്ടാവാം. അവരെ നോർമൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തരം തെറാപ്പിയാണ് ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഒക്യുപേഷണൽ തെറാപ്പി എന്താണെന്ന് നോട്ട് ചെയ്തോളൂ. Is a type of health care. Is a type of health care that helps people. That helps people of all ages. Of all ages. Develop, recover or maintain. Develop, recover or maintain the skills they need. The skills കഴിവുകൾ ട്ടോ. Skills they need for daily living and working. Daily living and working. Is a type of health care that helps people of all ages develop, recover or maintain the skills they need for daily living and working. Okay. Is a type of health care that helps people maintain എന്നാണ് കേട്ടോ. Of all ages develop, recover or maintain the skills they need for daily living and working. Daily living and working. Okay. Then last one is health education ആണ് കേട്ടോ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതായത് ജനങ്ങളിലേക്ക് ഹെൽത്ത് കെയറിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ഒന്നാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ? അതായത് അവരുടെ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നേടാം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ രോഗികൾക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ധാരാളം പോസ്റ്ററുകൾ കാണാനായിട്ട് സാധിക്കും അല്ലെ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിയായിട്ട് മാസ്ക് ധരിക്കുക അല്ലെ? കൊറോണ ടൈമിലുള്ള ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്ന ചില മെസ്സേജസ് ആയിരുന്നു, ശരിയായിട്ട് മാസ്ക് ധരിക്കുക, കൈ കഴുകുക, സാമൂഹികമായിട്ടുള്ള അകലം പാലിക്കുക. ഇതൊക്കെ എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ചില മെസ്സേജസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? ആദ്യം തുടങ്ങി ഇത്രയുമാണ് ഞാൻ എടുത്തത്. ഇപ്പോ ക്ലിയർ ആണോ? നോട്ടീസിലുള്ളത് ശരിയാണ് കേട്ടോ. ഇനി നമുക്ക് ഒ പി ഡിയുടെ ലൊക്കേഷൻ ഒന്ന് നോക്കാം.
എവിടെയാണ് ഒ പി ഡി സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഓൺ ഗ്രൗണ്ട് ഫ്ലോർ. എവിടെയാണ് ഒ പി ഡി ഇരിക്കുക, അല്ലെങ്കിൽ ഒ പി ഡിയുടെ പ്ലേസ് എവിടെയാണ്? അത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. ഒരിക്കലും എന്ത് ചെയ്യില്ല, അതുകൊണ്ട് മുകളിൽ വെക്കില്ല അല്ലെ. കാരണം ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലേസ് ആയിരിക്കണം ഒ പി ഡി എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ തന്നെ ആളുകൾക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു ഏരിയ ആയിരിക്കണം ഒ പി ഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ലൊക്കേഷൻ എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്തില്ല, മുകളിൽ കൊണ്ടുവന്ന് ഒ പി ഡി വെച്ചില്ല. ഓക്കെ, രണ്ടാമത്തത്, ഷുഡ് ഷെയർ വിത്ത് IPD ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ്. അതുപോലെ തന്നെ IPD എന്ന് പറയുന്നത് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ആളുകളെ കിടത്തി ചികിത്സ നൽകുന്ന വിഭാഗമാണത് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ OPD എന്ന് പറയുന്നത് എപ്പോഴും ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും. അതുപോലെ തന്നെ രോഗനിർണയം, ചികിത്സാ സംബന്ധമായിട്ടുള്ള ഫെസിലിറ്റീസ്, ഇതൊക്കെ കിട്ടത്തക്ക രീതിയിലായിരിക്കും OPDയുടെ ലൊക്കേഷൻ വരുന്നത്. മൂന്നാമത്തെ പോയിന്റ് യൂണിഡിറക്ഷണൽ ഫ്ലോ ആണ്. യൂണിഡിറക്ഷണൽ ഫ്ലോ കേട്ടിട്ടുണ്ടോ നിങ്ങള്? യൂണിഡിറക്ഷണൽ ഫ്ലോ യൂണിഡിറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാല് moves only one direction without reversing or going back. One direction moves only one direction without reversing or going back. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോയിലായിരിക്കും നമ്മൾ പോകുന്നത് അല്ലെ. ആദ്യം നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, എന്ത് ചെയ്യുന്നു, രജിസ്ട്രേഷൻ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നു, ഡോക്ടറെ കാണുന്നു, മെഡിസിൻ മേടിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതിനെയാണ് യൂണിഡിറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. താഴെ നമുക്കൊരു ചാർട്ട് ഉണ്ട്, അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതൊരിക്കലും റിവേഴ്സ് ഓർഡറിൽ വരില്ല അല്ലെ. നമ്മൾക്ക് ആദ്യം ചെന്നിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് ഡോക്ടറെ കാണാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് രജിസ്ട്രേഷൻ നൽകാനായിട്ട് പറ്റുമോ? അങ്ങനെ സാധിക്കാറുണ്ടോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല അല്ലെ. അപ്പോ ഒരേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഒരേ ഫ്ലോയിൽ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? യൂണിഡിറക്ഷണൽ ഫ്ലോ എന്ന് പറയാം. ഓക്കെ, എന്റെ സൈഡിലായിട്ടൊന്ന് എഴുതി വെച്ചോളൂ. മൂവ്സ് ഓൺലി വൺ ഡയറക്ഷൻ, മൂവ്സ് ഓൺലി വൺ ഡയറക്ഷൻ without the reversing or going back. അപ്പൊ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. That is unidirectional flow. Then scope of expansion, അതായത് എല്ലാ തരത്തിലുമുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വിസ്തൃതമായിട്ടുള്ള ഏരിയ ആയിരിക്കണം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിസ്തൃതമായിട്ടുള്ള ഏരിയ. ഓക്കെ, സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വിസ്തൃതമായിട്ടുള്ള ഏരിയയാണ്. ഓക്കെ, അതിന് പേരിൽ തന്നെ ഉണ്ട്, എക്സ്പാൻഷൻ ഉണ്ടാവും കൂടുതലായിട്ട്. എല്ലാത്തരം ഫെസിലിറ്റീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ലാർജ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ അടുത്തത് ടേബിൾ ഒന്ന് നോക്കിക്കോളൂട്ടോ നിങ്ങള്.
ഇതധികം ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മാത്രം മതി. ഏതൊക്കെ, അതായത് ഒ പി ഡിയുടെ പ്രധാനപ്പെട്ട ഏരിയകളാണ് വരുന്നത്. ഒ പി ഡിയുടെ ഏരിയയെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പേഷ്യന്റ് ഏരിയ, മറ്റൊന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ഇത് ക്ലിനിക്കൽ ഏരിയ. അപ്പൊ ഓരോന്നിന്റെയും അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നാണ് അവിടെ പറയുന്നത്. ആദ്യത്തേത് പേഷ്യന്റ് ഏരിയയാണ്. പേഷ്യന്റ് ഏരിയയിൽ വരുന്നതാണ് എൻട്രൻസ് വരും, then റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ, സ്നാക്ക് ബാർ, ATM മിഷൻ എക്സെട്ര. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പേഷ്യന്റ് ഏരിയയുടെ അണ്ടറിലാണ് വരുന്നത്. then അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ വരുന്നതാണ് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടല്ലോ അവരുടെ ഓഫീസ്, then പബ്ലിക് റിലേഷൻ ഓഫീസ്, അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം. ഓക്കെ, ഇതൊക്കെ എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൺസൾട്ടേഷൻ വരുന്നുണ്ട്, എക്സാമിനേഷൻ റൂം വരുന്നുണ്ട്, ഡ്രസ്സിംഗ് റൂം വരുന്നുണ്ട്, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. ഇത്രയും കാര്യങ്ങൾ എന്തിന്റെ അണ്ടറിലാണ് വരുന്നത്? ക്ലിനിക്കൽ ഏരിയയുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ ഇത് വേർതിരിച്ച് തന്നെ നോക്കി വെക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി മാത്രം വെച്ചാൽ മതി. ഓക്കെ, അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് 3 ഏരിയയായി. ഞാൻ നേരത്തെ പറഞ്ഞ യൂണി ഡയറക്ഷണൽ ഫ്ലോ നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ കാണാനായിട്ട് സാധിക്കും. ഫ്ലോ ചാർട്ട് എല്ലാവരും കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഒരു രോഗി ആദ്യം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം എവിടേക്കാണ് അവൻ പോകുന്നത്? രോഗിയെ പേഷ്യന്റ് എങ്ങോട്ടാ പോകുന്നത്? എൻക്വയറി. നമ്മളായാലും ഇപ്പൊ അവിടേക്കല്ലേ ചെല്ലുക? എൻക്വയറി അല്ലെ? ഓക്കെ, എൻക്വയറി നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? രജിസ്ട്രേഷൻ ചെയ്യുക. നമ്മൾ ആദ്യം അന്വേഷിക്കുക അല്ലെ, ഡോക്ടർ ഉണ്ടോ, ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏത് സമയത്താണ് ഇരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും. പിന്നെ ഫീസ് എത്രയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ അന്വേഷിക്കാറുണ്ട് അല്ലെ. അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുക? നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക. നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, നമ്മുടെ നെയിം, നമ്മുടെ ഏജ്, പിന്നെ അതുപോലെ ഫോൺ നമ്പർ, അഡ്രസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രജിസ്ട്രേഷൻ നടത്തുന്നു. ഓക്കെ, അപ്പൊ അതിനുശേഷം എന്ത് തരും അവര്? നമുക്കൊരു OP കാർഡ് തരും അല്ലെ. ഓക്കെ, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ നേരെ വെയിറ്റിംഗ് ഹാളിലേക്ക് പോകും. ഇമാജിൻ ചെയ്യാട്ടോ മനസ്സില്. വെയിറ്റിംഗ് ഹാളിൽ ഇരിക്കുന്നു, ടോക്കൺ നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നു. നമ്മുടെ ടോക്കൺ നമ്പർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസൾട്ടേഷൻ റൂമിൽ പോയി ഡോക്ടറെ കാണുന്നു. ഓക്കെ, കൺസൾട്ടേഷൻ റൂമിൽ വെച്ച് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യാം? ചിലപ്പോൾ ഡയറക്റ്റ് മരുന്ന് തരാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന് വിടാം. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാല് ചില രോഗങ്ങൾ നമുക്ക് സിംറ്റംസ് വെച്ച് ഒരിക്കലും ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം? ബ്ലഡ് ടെസ്റ്റ് എഴുതാം, അല്ലെങ്കിൽ എക്സ്റേ എഴുതാം, അല്ലെങ്കിൽ സ്കാൻ എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറിലേക്ക് ആര് വിടുന്നുണ്ട്? ഡോക്ടേഴ്സ് നമ്മളെ വിടുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് വൺ ആണ് ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റി. ഓക്കെ, then എന്ത് ചെയ്യുന്നു? വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഡോക്ടറെ കാണാം. ഇപ്പൊ ഒട്ടുമിക്ക മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട? ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസിന് ശേഷം ഡോക്ടറെ കാണേണ്ട. കാരണം ഡോക്ടറുടെ സ്ക്രീനിൽ എന്ത് വരും? അതിന്റെ റിസൾട്ട് വരുന്നതാണ് അല്ലെ. അപ്പോ അവിടുന്ന് നേരെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫാർമസിയിലേക്ക് പോകുന്നു, അവിടുന്ന് മരുന്ന് മേടിക്കുന്നു, നമ്മൾ എക്സിറ്റ് ആകും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഫ്ലോ പാറ്റേൺ ഓഫ് വീഡിയോയിലെ. ഓക്കെ, ക്ലിയർ ആണോ?
ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും മതി. ബാക്കി നമുക്ക് നാളെ എന്റെ ക്ലാസ് തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ ബാക്കി ആ ടേബിളിലുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലനേഷൻ സഹിതം നാളെ പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ ഇനി ബാക്കിയുള്ള കാര്യം കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. മാം, ആ യൂണി ഡയറക്ഷണൽ ഫ്ലോ ഉണ്ടല്ലോ, അതിന്റെ സെന്റൻസ് ഒന്നുകൂടി പറയാവോ? ഏതാണ് മോളെ? എനിക്ക് പ്രശാന്തെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് സാധിച്ചില്ല. പോയവർക്ക് അങ്ങ് പോകാം. ഇപ്പോഴും പ്രശാന്തിന്റെ അല്ലേ അല്ല, പ്രശാന്തിന്റെ അല്ലേ ഇപ്പോഴും എല്ലാവർക്കും അത് പോകാം. ഉറക്കെ റോഡ് കൂടെ ഇപ്പം നമ്മുടെ അവിടെയുള്ള ഒരു അഭിലാഷന് അവരെല്ലാവരും കേട്ടു. ഞാനിവിടെ ഇരിക്കുമ്പോ ഇരിപ്പുണ്ട് കയറി അങ്ങോട്ട് പറയാന് വലിയ അധികാരം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളൊന്നും ഇടപെടേണ്ട കാര്യമില്ല. ഞാൻ ചത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ചുമ്മാ പെണ്ണുങ്ങൾ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. ഞാൻ ഇതൊക്കെ ഇപ്പൊ പറയാം. ഒന്ന് കമന്റ് ചെയ്യാട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരൊന്ന് കമന്റ് ചെയ്യാം. ഞാൻ മൈക്ക് ഓൺ ചെയ്യുന്നില്ല, എനിക്ക് പെട്ടെന്ന് ആളുടെ മൈക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും അബദ്ധവശാൽ സംഭവിച്ചതായിരിക്കാം മൈക്ക് ഓൺ ആയത് കേട്ടോ, അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോ അദ്ദേഹം. ആന്റിനേറ്റിൽ ഒന്നും കൂടി പറയണോ? യൂണി ഡയറക്ഷണൽ ഫ്ലോ പറയണം. യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് കാര്യങ്ങൾ പോവുക, ഒരിക്കലും റിവേഴ്സിങ് ഓർഡറിൽ വരില്ല. നമ്മളിപ്പോ പറഞ്ഞ കാര്യം, അതായത് ഇപ്പൊ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ ഇവിടെ കണ്ടു അല്ലെ. അപ്പോ എൻക്വയറി കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ ആണ്, ദെൻ വെയിറ്റിംഗ് ഹാൾ ആണ്, കൺസൾട്ടേഷൻ ആണ്, ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഓക്കെ, ഡെഫിനിഷൻ ആണ് വേണ്ടത്. ഓക്കെ, മൂവ്സ് ഓൺലി വൺ ഡയറക്ഷൻ, moves only one direction without the reversing, moves only one direction without the reversing or going back. ഞാൻ ആന്റിനേറ്റിൽ പറയാം കേട്ടോ. അപ്പോ moves only one direction without reversing or going back ആണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ. then ആന്റിനേറ്റിൽ പറയാം, antenatal care relating to the care and medical attention, relating to the care and medical attention given to a pregnant woman during pregnancy. Okay, then അടുത്തത് ഡയബറ്റിക് ക്ലിനിക് ഒന്നും കൂടി പറയാം. ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഡയബറ്റിക് ക്ലിനിക് ആണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. ഹെൽത്ത് കെയർ ഫെസിലിറ്റി specialized in managing diabetes, providing diagnosis, treatment and support for individuals living with the condition. Okay, ആണ്. കണ്ടീഷൻ എന്നാണ്, കണ്ടീഷൻ.
Ma'am, one doubt, ma'am. അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. വൈൻഡപ്പ് ചെയ്തോട്ടെ വിത്ത് യുവർ പെർമിഷൻ. Ma'am, ഫിസിയോതെറാപ്പിയോ? physiotherapy and occupational therapy ഇത് തമ്മിൽ ഡിഫറൻസ് എന്താ മാം? ഡിഫറൻസ് കോമൺ. അതായത് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് നമുക്കുള്ളൊരു ഓർഗൻ, അതായത് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിനെ നമ്മൾ മുമ്പത്തെ രീതിയിൽ റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്നതിനാണ്. പക്ഷെ ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞാല് അതായത് ഫിസിക്കല് വരാം, മെന്റല് വരാം. എന്തെങ്കിലും മെന്റൽ ചാലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഒക്യുപേഷണൽ തെറാപ്പി കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നാളെ കാണാം. Thank you, ma'am. Thank you.